ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ സൺഡേ ആയിട്ട് വെറുതെ വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പോൾ ഇന്ന് എങ്ങോട്ട് പോവാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ടക്കനെ ഒരു ഐഡിയ കിട്ടിയിട്ടോ. അപ്പോൾ ഇന്ന് എന്താ പറയുക, ചന്ദനക്കുടമാണ് കേട്ടോ ഗൈസ്, പുതുനഗരം ചന്ദനക്കുടം. അപ്പോൾ നമ്മൾക്ക് ചന്ദനക്കുടം കാണാൻ പോയാലോ? അപ്പോൾ ഇതേ നമ്മൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെവിടെയാണ് പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതേ ആനയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആനയൊക്കെ വന്നുകൊണ്ട് അപ്പോൾ ഞങ്ങൾ സൈഡിൽ നിന്നാണ് കേട്ടോ. ആന കാണാനൊക്കെ നല്ല രസമാണ്, ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട് ഗൈസ്. അപ്പോൾ എവിടെയും കണ്ടാൽ ഞാനൊരു മൂലയിൽ ഒതുങ്ങാറാണ് പതിവ്. അപ്പോൾ അതേപോലെ തിരി നല്ല ദൂരമായിട്ട് തന്നെ നിന്ന് നോക്കാം കേട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയത്, അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെയിൻ ആനകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ വേറെ പല ഭാഗത്തു നിന്നും ഇങ്ങനെ നേർച്ചകൾ വന്നിട്ടേ ഇരിക്കും. അപ്പോൾ എല്ലാത്തിലും മെയിനായിട്ട് ഈ ആനകൾ തന്നെയാണ് ഉള്ളത്. 2 എണ്ണം 3 എണ്ണം അങ്ങനെയൊക്കെ വെച്ചിട്ട് അങ്ങനെ നേർച്ചകൾ വന്നിട്ടേ ഇരിക്കും കേട്ടോ. ഒരു 10-25ഓളം ആനകളുണ്ടായിരുന്നു അവിടെ. എല്ലായിടത്തെയും പോലെ കൊട്ടും ബാൻഡ് സെറ്റും DJ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ തന്നെയായിരുന്നു ഇവിടെയും. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്രയും ആനകളിൽ ഒരു ആന മാത്രം നല്ല വ്യത്യാസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ അതേ പോണെന്ന ആ ആന തന്നെയാണ്. എന്താ വെച്ചാൽ അത് നെറ്റിപ്പട്ടമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, വളരെ നോർമലായിട്ട് സിമ്പിളായിട്ട് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് അങ്ങനെയെന്നുള്ളത് അറിയില്ല. മേ ബി ഇനി അത് ഇടയിൽ അവർ ഊരിയതാണോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട്, അതൊന്നും അറിഞ്ഞൂടാ. ഒരെണ്ണം ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ അതൊരു വ്യത്യാസമായിട്ട് തോന്നി. പിന്നെ എന്താ വെച്ചാൽ സാധാരണ നമ്മൾ വേലപ്പറമ്പ് നേർച്ചപ്പറമ്പൊക്കെ പോലെ ഇതുപോലെ കമ്മൽ, മാല, ടോയ്സ് കാര്യങ്ങൾ, സ്നാക്സ് പറഞ്ഞിട്ട് ഇങ്ങനെ പലവിധ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലായിടത്തും ഓടി നടന്ന് പെട്ടെന്ന് കണ്ടു. പിന്നെ അച്ചുട്ടിക്കൊക്കെ കളിക്കാൻ ടോയ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ അവിടെ ചെന്നെത്താത്ത മുന്നേ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു, കാളം കഴിച്ചു, പിന്നെ അങ്ങനെ ഓരോ സ്നാക്സൊക്കെ കഴിച്ചിട്ടു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ നേർച്ച അവരുടെ എന്താ പറയുക, ഡ്രസ്സുകളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ നേർച്ച കോസ്റ്റ്യൂം നന്നായിട്ടുണ്ടായിരുന്നു, പല കളറിൽ പല മോഡൽ. പിന്നെ നമ്മുടെ അച്ചുട്ടിനെ ഇച്ചുട്ടിനെയൊക്കെ മതിൻ്റെ മേലെ